വെൽക്കം ബാക്ക്. ഞാൻ അലക്സൻ. ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് AC വെൽഡിംഗ് പവർ സോഴ്സസ്, ട്രാൻസ്ഫോമർ റെക്ടിഫയർ ആൻഡ് ഇൻവെർട്ടർ ടൈപ്പ് വെൽഡിംഗ് മെഷീൻ ആൻഡ് കെയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം വിഷയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽഡിംഗ് ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഇൻവെർട്ടർ എന്നിവയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ പ്രിൻസിപ്പൽ, വെൽഡിംഗ് മെഷീൻസിന്റെ പ്രിൻസിപ്പിളൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് ഈ പറഞ്ഞിട്ടുള്ള മെഷീൻസിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് കെയർ ആൻഡ് ഈ വെൽഡിംഗ് മെഷീൻസിന്റെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് ആണ്. സോ ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് എന്ത് ചെയ്തുള്ളത് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യമായിട്ട് AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ആദ്യം തന്നെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. വളരെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളെ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അത് ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 200 രൂപയാണ് ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 10 ചോദ്യങ്ങൾ ആ ഒരു പെയ്ഡ് ഗ്രൂപ്പിൽ ലഭ്യമാകും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ചുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളത്, അത് കൂടുതൽ സപ്പോർട്ടീവ് ആവും. AC welding transformer. This is a type of AC welding machine which convert AC main supply into AC welding supply. പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതൊന്ന് ഒരു AC വെൽഡിംഗ് മെഷീൻ ആണ്. AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് AC വെൽഡിംഗ് മെഷീൻ ആണ്. ഇത് AC മെയിൻ സപ്ലൈ AC വെൽഡിംഗ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താണ്? AC ടു AC ആണ്. അത് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ AC മെയിൻ സപ്ലൈ AC വെൽഡിംഗ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താണ് AC മെയിൻ സപ്ലൈ അല്ലെങ്കിൽ AC വെൽഡിംഗ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ, AC മെയിൻ സപ്ലൈ നമ്മൾ പറഞ്ഞു AC ടു AC ആണ്. AC മെയിൻ സപ്ലൈ AC വെൽഡിംഗ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ AC മെയിൻ സപ്ലൈ എന്ന് പറയുമ്പം ഹൈ വോൾട്ടേജും ലോ ആംബിയറും ആയിരിക്കും. AC മെയിൻ സപ്ലൈ ഹൈ വോൾട്ടേജും ലോ ആംബിയറും ആയിരിക്കും. സോ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഹൈ ആംബിയർ ലോ വോൾട്ടേജും ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ AC മെയിൻ സപ്ലൈയിലകത്ത് വോൾട്ടേജ് ഹൈ ആയിരിക്കും, ആംബിയർ ലോ ആയിരിക്കും. സോ ദെൻ AC വെൽഡിംഗ് സപ്ലൈയിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ വോൾട്ടേജ് കുറയും, ആംബിയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കൂടുകയും ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പൊ AC ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണയായിട്ട് എന്താണ്, അവിടുത്തെ മെയിൻ സപ്ലൈക്കകത്ത് 220 അല്ലെങ്കിൽ 440 വോൾട്ട് ഉള്ള മെയിൻ സപ്ലൈ എന്ത് ചെയ്യും? നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിട്ട് അത് 40 to 100 വോൾട്ടിലേക്ക് താഴ്ത്തും. ഓക്കെ, അതായത് വോൾട്ടേജ് കൂടുതലിനെ വോൾട്ടേജ് കുറവിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ആംബിയറിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ദ മെയിൻ സപ്ലൈ ലോ കറണ്ട് ടു ദ റിക്വയർഡ് ഹൈ ഔട്ട്പുട്ട് വെൽഡിംഗ് കറണ്ട് 100 ഓഫ് ആംബിയർ. അപ്പോൾ ആംബിയറിനെ എന്ത് ചെയ്യും? കൂട്ടുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ കാനോട്ട് ബി ഓപ്പറേറ്റഡ് വിത്തൗട്ട് AC മെയിൻ സപ്ലൈ. അപ്പൊ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അവിടെ AC മെയിൻ സപ്ലൈ ഇല്ലാതെ എന്ത് ചെയ്യില്ല, അങ്ങനെ ഓപ്പറേറ്റിംഗ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ AC-യിൽ എന്താണ്, മെയിൻ സപ്ലൈ ഇല്ലാതെ ഒരു AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇത്രയാണ് അവിടെ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആണ്, നിർമ്മാണ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സുകളിൽ നിന്നുള്ള അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ മെയിനായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ നിർമ്മാണ സവിശേഷത കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് നോക്കാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അയൺ കോർ മെയ്ഡ് ഔട്ട് ഓഫ് സ്പെഷ്യൽ അലോയ് തിൻ അയൺ ഷീറ്റ് സ്റ്റാമ്പിങ്. അപ്പോൾ എന്താണ്, ഒരു സ്പെഷ്യൽ അലോയ് തിൻ അയൺ ഷീറ്റ് സ്റ്റാമ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു നിർമ്മിച്ചിട്ടുള്ള ഒരു അയൺ കോർ അതിനകത്ത് കൺസിസ്റ്റ് ആയിരിക്കും, അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 കോയിൽസ് ഓഫ് വയർ ആർ ഓൺഡ് ഓവർ ദ അയൺ കോർ വിത്തൗട്ട് എനി ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദം. അതായത് 2 കോയിൽ ഓഫ് വയർ എന്ത് ചെയ്തിരിക്കുന്നു, ആ അയൺ കോറിന് മുകളിലൂടെ പ്രത്യേകിച്ച് ഇന്റർ കണക്ഷൻ, അവയ്ക്ക് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇന്റർ കണക്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ അവിടെ കാണപ്പെടുന്നുണ്ടാവും. ഓക്കെ, അതായത് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു
സ്പെഷ്യൽ അലോയി തിൻ അയൺ സി സ്റ്റാമ്പിങ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അയൺ കോർ കൺസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അയൺ കോർ ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു അയൺ കോറിന് മുകളിൽ രണ്ട് വയർ, ഓക്കെ, 2 coils ഓഫ് വയർ, അത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പരസ്പരം ഒരു ബന്ധമില്ലാത്തതായിട്ട് കാണപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ 1 coil called primary winding consisting of a thin conductor and has more turn which receive energy from the mains. അപ്പം ഇതിൽ പ്രൈമറി വൈൻഡിങ് എന്നറിയപ്പെടുന്ന ഒരു കോയിൽ, 2 കോയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെയാണ് പറയുന്നത് പ്രൈമറി വൈൻഡിങ് എന്നറിയപ്പെടുന്ന ഒരു കോയിൽ. അതിനകത്ത് എന്താണ്, കൺസിസ്റ്റ് ഓഫ് എ തിൻ കണ്ടക്ടർ, ഒരു തിൻ കണ്ടക്ടർ കൺസിസ്റ്റ് ആയിരിക്കും. അത് ആൻഡ് ഹാസ് മോർ ടേൺ വിച്ച് റിസീവ് എനർജി ഫ്രം ദ മെയിൻസിൽ നിന്നും എനർജി റിസീവ് ഉണ്ടാവുന്ന രീതിയിൽ ഒരു കൂടുതൽ ടേണുമായിട്ടായിരിക്കും അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കോയിൽ കാൾഡ് സെക്കൻഡറി വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് തിക്ക് കണ്ടക്ടർ ആൻഡ് ലെസ് ടേൺ വിച്ച് സപ്ലൈ എനർജി ഫോർ വെൽഡിങ്. അപ്പോൾ സെക്കൻഡ് കോയിൽ അതറിയപ്പെടുന്ന എന്താണ്, വിളിക്കപ്പെടുന്നത് സെക്കൻഡറി വൈൻഡിങ് എന്നാണ്. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ് എന്നറിയപ്പെടുന്ന ആ രണ്ടാമത്തെ കോയിലിനകത്ത് കൺസിസ്റ്റ് ഓഫ് എ തിക്ക് കണ്ടക്ടർ ആണ് കൺസിസ്റ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെസ് ടേൺ ആയിരിക്കും. ഇതെന്തിരിക്കുന്നു, വിച്ച് സപ്ലൈ എനർജി ഫോർ വെൽഡിങ്, അതെന്തിരിക്കുന്നു, വെൽഡിങ്ങിനായിട്ടുള്ള എനർജി സപ്ലൈ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ 2 കോയിലിന്റെ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഒരു അയൺ കോർ ഉണ്ട്. സോ അതിന്റെ മുകളിലൂടെയുള്ള 2 കോയിലുകൾ, ആ 2 കോയിലിന്റെ സവിശേഷതകളും അവിടെ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക, എ കറണ്ട് റെഗുലേറ്റർ ഈസ് അറ്റാച്ച്ഡ് ടു ദ സെക്കൻഡറി ഔട്ട്പുട്ട് സപ്ലൈ ടു അഡ്ജസ്റ്റ് ദ ആംബിയർ ഓഫ് ഫോർ വെൽഡിംഗ് സ്യൂട്ടബിൾ ടു ദ വേരിയസ് സൈസസ് ഓഫ് ഇലക്ട്രോഡ്. പിന്നെ 2 വെൽഡിംഗ് കേബിൾസ് ആർ അറ്റാച്ച്ഡ് വിത്ത് ഔട്ട്പുട്ട് ടെർമിനൽസുമായിട്ട് 2 എന്തിരിക്കുന്ന വെൽഡിംഗ് കേബിൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1 ഈസ് ഫോർ ദ ഇലക്ട്രോഡ്, മറ്റൊന്നെന്ന് പറയുന്നത് എർത്ത് ഓർ ജോബിലേക്കാണ്. ഒന്ന് പറയുന്നത് ഇലക്ട്രോഡിലേക്കും, മറ്റൊന്ന് പറയുന്നത് എർത്ത് അല്ലെങ്കിൽ ജോബിലേക്കുമാണ്. അപ്പോൾ അതൊക്കെ അത്ര തന്നെ ഉള്ളൂ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അടുത്തെന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ കയറി ചോദിക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, AC മെയിൻ സപ്ലൈ, അതായത് 220 440 ഉള്ള ആ ഒരു AC മെയിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ കണക്ട് ടു ദ പ്രൈമറി വൈൻഡിങ് വിച്ച് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ലെൻസ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ അയൺ കോർ. ഓക്കെ, അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിളിൽ നിന്നും എന്തെങ്കിലും ചോദ്യങ്ങൾ വരാം. ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫക്ട് ദ സെക്കൻഡറി വൈൻഡിങ് ആൻഡ് ഇൻഡ്യൂസസ് ഹൈ ആംബിയർ ലോ വോൾട്ടേജ് വെൽഡിംഗ് സപ്ലൈ യൂണിറ്റ്. ഇതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ദ വോൾട്ടേജ് അറ്റ് ദ പ്രൈമറി കോയിൽ ഈസ് റെഡ്യൂസ്ഡ് in the secondary coil depending on the ratio of the number of turn in the primary to the secondary. അതൊക്കെ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, വായിച്ചുകൂടെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് ലെസ് ആയിരിക്കും, എയർ ഫ്ലോ ഫ്രീഡം, അതുപോലെ തന്നെ നോ നോയിസ് എന്നിവയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. അതെന്ന് പറയുന്നത് നോൺ ഫെറസ് മെറ്റൽസ് വെൽഡിങ്ങിന് സ്യൂട്ടബിൾ അല്ല, അതുപോലെ തന്നെ ബെയർ വയർ ഇലക്ട്രോഡ്സ്, ഫൈൻ കറണ്ട് സെറ്റിംഗ് ഇൻ ബിൽഡിംഗ് സ്പെഷ്യൽ ജോബ് എന്നിവയൊക്കെയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. AC cannot be used without special precautions of safety. ഇനി കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. കെയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോമർ ബോഡി എന്താണ്, മസ്റ്റ് ആയിട്ട് പ്രോപ്പർലി എർത്ത് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഓയിൽ മസ്റ്റ് ബി ചേഞ്ച് ആഫ്റ്റർ റെക്കമെൻഡഡ് പീരീഡ്, ഒരു റെക്കമെൻഡഡ് പീരീഡിന് ശേഷം ആ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. എപ്പോഴും ആൾവേസ് ഫോളോ ദ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ മാനുവൽ റൺ ആൻഡ് ഇൻസ്റ്റാൾ ദ മെഷീൻസ്, ഡു നോട്ട് റൺ ദ മെഷീൻ കണ്ടിന്യൂസ്ലി ഓൺ ഇറ്റ്സ് മാക്സിമം കപ്പാസിറ്റി. സോ അങ്ങനെയുള്ള ആ ഒരു കെയർ ആൻഡ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ AC DC വെൽഡിംഗ് റെക്ടിഫയർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, അതായത് AC DC വെൽഡിംഗ് റെക്ടിഫയറും അവയുടെ കൺസ്ട്രക്ഷനും അവയുടെ നിർമ്മാണവും ആണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷത നോക്കാം. വെൽഡിംഗ് റെക്ടിഫയർ സെറ്റ് ഈസ് യൂസ്ഡ് കൺവേർട്ട് AC വെൽഡിംഗ് സപ്ലൈ ടു DC വെൽഡിംഗ് സപ്ലൈ. സോ ഇത് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. AC വെൽഡിംഗ്, ഈ വെൽഡിംഗ് റെക്ടിഫയർ സെറ്റ് എന്ന് പറയുന്നതാണ് AC വെൽഡിംഗ് സപ്ലൈ DC വെൽഡിംഗ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ അതിനകത്ത് കൺസിസ്റ്റ് ആയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതുപോലെ വെൽഡിംഗ് കറണ്ട് റെക്ടിഫയർ സെല്ല് വിത്ത് ഒരു കൂളിംഗ് ഫാനോടിട്ടുള്ള റെക്ടിഫയർ സെല്ല്. അതിന് റെക്ടിഫയർ സെൽ കൺസിസ്റ്റ്, ഈ റെക്ടിഫയർ സെല്ലിനകത്ത് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്, ഒരു സപ്പോർട്ടിംഗ് പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ അലുമിനിയം, ഒരു സ്റ്റീൽ ഓർ അലുമിനിയം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു എന്താ പറയുക സപ്പോർട്ടിംഗ് പ്ലേറ്റ്. സോ ആ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് പ്ലേറ്റ് വിത്ത് എ തിൻ ലെയർ ഓഫ് നിക്കൽ ഓർ
ബിസ്മൂത്ത് സ്പ്രേഡ് വിത്ത് സെലേനിയം, അത് എന്താണ് സെലേനിയം ശരിക്കും കൂടെ സ്പ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫൈനലി അത് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു കാഡ്മിയം ബിസ്മിത്ത് ആൻഡ് ടിന്നൊക്കെ ഉപയോഗിച്ചിട്ട് കവറും ചെയ്തിരിക്കുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ ഒരു നിർമ്മാണത്തിനകത്ത്, കൺസ്ട്രക്ഷൻസിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത് പറയുന്നത്. ഇനി അത് ആ കോട്ടിംഗ് ഓഫ് നിക്കൽ ഓർ ബിസ്മുത്ത് ഓവർ ദ സപ്പോർട്ടിംഗ് പ്ലേറ്റ് സെർവാസ് വൺ ഇലക്ട്രോഡ് ഓഫ് ദ റെക്ടിഫയർ സെൽ. സോ അതും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകളുണ്ട് അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ദ ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു ദ റെക്ടിഫയർ യൂണിറ്റ് വിച്ച് കൺവേർട്ട് AC ടു DC. അപ്പം ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്തിരിക്കുന്നു, റെക്ടിഫയർ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ചെയ്തിരിക്കുന്നു. അത് AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ AC ടു DC ആണെന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് ചോദിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ദ DC ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ്. DC ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം വെയർ ഇറ്റ് ടേക്കൺ ഫോർ വെൽഡിംഗ് പർപ്പസ് ത്രൂ വെൽഡിംഗ് കേബിൾസ്. It can be designed to provide either AC or DC welding supply by operating a switch provided in the machines. ഇനി അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മെഷീൻസിലും കീപ്പ് ഓൾ കണക്ഷൻസ് ടൈറ്റ് കണ്ടീഷൻ, ലൂബ്രിക്കേറ്റ് ദ ഫാൻ ഷാഫ്റ്റ് വൺസ് ഇൻ 3 months, 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു ഫാൻ ഷാഫ്റ്റ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഡു നോട്ട് അഡ്ജസ്റ്റ് ദ കറണ്ട് ഓഫ് ഓപ്പറേറ്റ് ദ AC or DC സ്വിച്ച് വെൻ വെൽഡിംഗ് ആർക്കിംഗ് സോൺ. അപ്പോൾ അങ്ങനെയുള്ള അതും ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. കെയർ ആൻഡ് മെയിൻസ് ഒക്കെ നോട്ട് ചെയ്യുക. ഇനി ഇൻവെർട്ടേഴ്സ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ഇൻവെർട്ടേഴ്സ് ബേസിക്കലി എന്ത് ചെയ്തിരിക്കുന്നത്, DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൺവെർഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ടത്. AC വെൽഡിംഗ് മെഷീൻ്റെ കൺവെർഷൻ, അല്ലെങ്കിൽ റെക്ടിഫയർ സെറ്റിൻ്റെ കൺവെർഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെർട്ടറിൻ്റെ കൺവെർഷൻ. സോ ആ ഒരു എന്തിനേക്ക് കൺവെർട്ട് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുക പ്രധാനമായിട്ടും. DC എങ്ങനെയാണ് DC ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ റെക്ടിഫിക്കേഷൻ ഓഫ് AC വോൾട്ടേജ് വിത്ത് ഹൈ വാല്യൂ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റീവ്സ് ആസ് വെൽ. അപ്പം എന്താ പറയുക, ഹൈ വാല്യൂ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സോടുള്ള AC വോൾട്ടേജ് ഫിൽറ്റേഴ്സിലൂടെയാണ് DC ഡിറൈവ് ആകുന്നത്. ഈ DC കൺവെർട്ടഡ് AC ബൈ ഹൈ ഫ്രീക്വൻസി സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിങ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിങ്ങിലൂടെ ഈ പറയുന്ന DC എന്ത് ചെയ്തിരിക്കുന്നു, AC ആയിട്ട് കൺവെർട്ടഡ് ആവുന്നു. എ സ്മാൾ ഫെറൈറ്റ് കോർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ കൺവെർട്ടിംഗ് സെവറൽ കിലോവാട്ട്സ് ഓഫ് പവർ. ഒരുപാട് കിലോവാട്ട്സ് ഓഫ് പവർ കൺവെർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സ്മാൾ ഫെറൈറ്റ് കോർ തന്നെ സഫിഷ്യൻ്റ് ആണ്, മതിയാകുന്നതാണ്. Output of this ferrite transformer is rectified by high frequency diodes and smoothened by DC choke. The output is controlled with sensors and suitable closed loop electronic circuitry. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ മെയിൻ വോൾട്ടേജ് ഈസ് റെക്ടിഫൈഡ് ടു DC, ഇൻവെർട്ടർ കൺവേർട്ട് DC ഹൈ ഫ്രീക്വൻസി AC, ദ ട്രാൻസ്ഫോമർ ചേഞ്ച് ഹൈ ഫ്രീക്വൻസി AC ടു സ്യൂട്ടബിൾ വെൽഡിംഗ് കറണ്ട്, ദ AC ഈസ് റെക്ടിഫൈഡ്. സോ അങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ്, ഈസി ടു സെറ്റ്, പ്രിസീസ് സെറ്റിംഗ് എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ്, ഡിഫിക്കൽട്ട് ആണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻസിറ്റീവ് ടു ഹൈ കറണ്ട് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. കെയർ ആൻഡ് മെയിൻ്റനൻസ് എന്താണ്, എല്ലാത്തിലുള്ളതുപോലെ തന്നെയാണ്. ട്രാൻസ്ഫോമർ ബോഡി മസ്റ്റ് ബി പ്രോപ്പർലി എർത്തഡ് ആയിരിക്കണം. അതുപോലെ നേരത്തെ ഉള്ളതുപോലെയൊക്കെ തന്നെയുള്ളൂ, വായിച്ചു വിടുക. കെയർ ആൻഡ് മെയിൻ്റനൻസ് റെക്ടിഫയർ വെൽഡിംഗ് സെറ്റിൻ്റെയും കാണിച്ചിട്ടുണ്ടാവും. അതായത് കീപ്പ് ഓൾ കണക്ഷൻ സ്റ്റേറ്റ് കണ്ടീഷൻ, അതുപോലെ തന്നെ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും അതും എന്ത് ചെയ്യുക, വായിച്ചു വിടുക. സോ അതൊക്കെ തന്നെയുള്ളൂ ഇവിടെ നിന്ന് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ആ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും നോക്കുക, അതിൻ്റെ കൺവെർഷൻസ് നോക്കുക. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ഏത് രീതിയിൽ ഇതിനകത്ത് ചോദ്യം വരുമെന്ന് നമുക്ക് ആ ഒരു ചോദ്യത്തിലൂടെ തന്നെ പരിചയപ്പെടാം. പിന്നെ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക, അപ്പോഴത്തേക്കിനും ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. താങ്ക്